നമസ്കാരം. ഇന്ന് നമുക്ക് മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി ഒരു ചെറിയ കപ്പിൽ 2 കപ്പ് അരി, ഒരു സവോള ഇതുപോലെ അരിഞ്ഞത്, 2 മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞത്, 7-8 ബീൻസ് ഇതുപോലെ അരിഞ്ഞത്, അധികം പഴുത്തു പോകാത്ത ഒരു ടൊമാറ്റോ അതിൻ്റെ അകത്തുള്ള പൾപ്പ് കളഞ്ഞ് അരിഞ്ഞെടുത്തത്, ഒരു പീസ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് അറ്റം 4ആയി പിളർന്നത്, പകുതി നാരങ്ങ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 7-8 ഗ്രാമ്പൂ, കുറച്ച് പട്ട, 3 ഏലക്ക ചതച്ചത്, 4-5 കുരുമുളക് പൊട്ടിച്ചത്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം, ടൂട്ടി ഫ്രൂട്ടി. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ആർട്ടിഫിഷ്യൽ എസൻസ് ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുത്ത ടൂട്ടി ഫ്രൂട്ടിയാണ്. മല്ലിയില, ചിക്കൻ കറി വെച്ച് എല്ല് കളഞ്ഞ് ചെറുതായി എടുത്തത്, 2 മുട്ട. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഡാൽഡ ചേർത്ത് ചൂടാക്കിയതിന് ശേഷം സവാള ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഈ ഡാൽഡയിലേക്ക് തന്നെ ക്യാരറ്റ് ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. നമ്മുടെ ക്യാരറ്റ് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ബീൻസ് ചേർത്ത് വഴറ്റിയെടുക്കാം. ബീൻസ് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കോരി മാറ്റാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റാം. ടൊമാറ്റോ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിനെ കോരി മാറ്റാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റാം. ഇനി ഇതിനെ കോരി മാറ്റാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി അരി ചേർക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് ഒരു 1/4 വേവാവുന്നത് വരെ വേവിക്കാം. ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരി 1/4 വേവായിട്ടുണ്ട്. ഇനി വെള്ളം ഊറ്റിക്കളഞ്ഞ് ചോറ് മാറ്റിയെടുക്കാം. ഇനി ഈ ചോറിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവി പോവാനായി തുറന്നു വയ്ക്കാം. ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാനാണ് ഇങ്ങനെ നെയ്യ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നത്. പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. നെയ്യ് ഉരുകുമ്പോൾ അതിലേക്ക് കിസ്മിസ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് പട്ട, പെരിഞ്ജീരകം, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം. പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി വഴറ്റാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈത്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം ചേർക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർക്കാം.
ഇനി തീ ഓൺ ചെയ്ത് ചെറു തീയിൽ നന്നായി വഴറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, ടൊമാറ്റോ എന്നിവ ചേർക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് ചോറും കൂടെ ചേർക്കാം. ഇതിന് മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം. ഇനി കുറച്ച് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പകുതി മുട്ട ചേർക്കാം. ബാക്കി ചോറ് ഇതിന് മുകളിലേക്ക് ചേർക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ബാക്കി മുട്ട കൂടെ ചേർക്കാം. ബാക്കി ചിക്കനും എല്ലാം ചേർക്കാം. ഇതിന് മുകളിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിന് മുകളിലേക്ക് ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് 2 മിനിറ്റ് ചെറു തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിനെ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി.